നമസ്കാരം പ്രിയമുള്ളവരെ. അടൂരിൽ ജോയിൻ്റ് ആർ ടി ഓഫീസിലെ രണ്ട് AMVമാരെ, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുകയും വെള്ളിയാഴ്ച സസ്പെൻഡ് ചെയ്യുന്നു, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. കേരളത്തിലെ മുഴുവൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും, അതായത് യൂണിഫോം ഇടുന്ന എല്ലാവരും ആ ദിവസങ്ങളിൽ സമരത്തിലും പങ്കെടുത്തു. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിലെ പല ആൾക്കാർക്കെതിരെയും പല തെറ്റായ നടപടികൾക്കെതിരെയും നിരന്തരം വാർത്തകൾ ചെയ്യുകയും പരാതികൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മറച്ചു വെക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അന്ന് ആ സംഭവം ഉണ്ടായ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്തു. ഷമീർ ആയാലും ലാൽജി ആയാലും ഇവരൊക്കെ തന്നെ അടൂരിലെ നിരത്തുകളിലൂടെ എപ്പോഴും സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്ന വ്യക്തികളാണെന്ന് വ്യക്തിപരമായി നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ അവിടെ അവർക്ക് എന്താണ് തെറ്റുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ വണ്ടിയിൽ 6 അഡീഷണൽ ഫിറ്റിങ്ങുകളുണ്ടായിരുന്നു. 6 അഡീഷണൽ ഫിറ്റിങ്ങിനും ഓരോന്നിനെ ഓരോ യൂണിറ്റായി കണക്കാക്കി 5000 രൂപ വെച്ച് അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ 30,000 രൂപ അടിച്ചു കൊടുക്കുകയായിരുന്നു ലാൽജി ചെയ്യേണ്ടിയിരുന്നെന്നാണ് എനിക്ക് അന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് ചെയ്യാതെ അതിനെല്ലാം കൂടി ഒറ്റ യൂണിറ്റായി ചേർത്ത് 5000 രൂപ മാത്രം അടിച്ചതാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്നാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ആ വാഹനത്തിലെ ടയർ മൊത്തം ബോഡിക്ക് പുറത്തായിരുന്നു. മൽഗാർഡിൻ്റെ പുറത്താണ് ടയർ നിന്നത്. അത് പല വണ്ടികളെയും നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. ലൈറ്റ് കത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഫിറ്റ് ചെയ്യേണ്ടി, കത്തിക്കാത്തൊരു സാധനം ഫിറ്റ് ചെയ്യേണ്ടി, ഉപയോഗിക്കാത്തൊരു സാധനം മേടിച്ച് വെക്കേണ്ട കാര്യമില്ലെന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ എന്തിന് ആ വാഹനത്തിൻ്റെ ഉടമ പറയുന്നത് ഓയിൽ വാങ്ങാൻ വേണ്ടി അടൂരിൽ വന്നു എന്നാണ് പറയുന്നത്. അടൂരിനടുത്ത് താമസിക്കുന്നത് എനിക്കറിയാം. അടൂരിലെ ഏതൊക്കെ കടകളിലാണ്, അല്ലെങ്കിൽ പത്തനംതിട്ട കുമ്പഴയിൽ ആണോ, അല്ലെങ്കിൽ പത്തനംതിട്ടയാണോ ഓയിൽ വാഹനങ്ങളുടെ സാധനം മേടിക്കാൻ കിട്ടുന്നത്, ലാഭകരമായി കിട്ടുന്നതെന്നും അടൂർ ഇങ്ങനെ ഒരു വാഹനത്തിന് ഓയിൽ വാങ്ങാൻ വേണ്ടി ഒരു തുണിക്കടയുടെ മുമ്പിൽ വന്ന് കിടക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കും ഓഫ് റോഡ് വാഹനങ്ങൾ പോലീസിനുണ്ടല്ലോ, പോലീസിൻ്റെ വാഹനങ്ങളിൽ ഇതൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ലാതെയാണല്ലോ ഇവർ രക്ഷാപ്രവർത്തനം. അപ്പോൾ രക്ഷാപ്രവർത്തനം പോകുന്ന വാഹനങ്ങൾക്ക് ഇത് വേണമെന്നുള്ള ന്യായമാണ് അവിടെ ഉന്നയിച്ചത്. ചെറുപ്പക്കാരനായ മന്ത്രി MLA ആണ് ശ്രീ അബിൻ വർക്കി. അദ്ദേഹവും പിന്നെ മാത്രമല്ല കഴിഞ്ഞ 10-20 വർഷമായിട്ട് പത്തനംതിട്ട ജില്ലയിലെ ആൾക്കാരെ സേവിച്ച് ഒരു പരുവമായിരിക്കുന്ന MP ആന്റോ ആന്റണിയും പറഞ്ഞുകൊണ്ടാണ് മന്ത്രി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ഏതെങ്കിലും ജനപ്രതിനിധി പറയുന്നതനുസരിച്ച് ചെയ്യാനല്ല ഒരു മന്ത്രിയെ അവിടെ നമ്മൾ നിയമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ TC നിയമിച്ചിരിക്കുന്നത് നിയമം അനുസരിച്ച് നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു സൈഡിൽ കൂടി പെറ്റി എഴുതാൻ പറയാം. അതിൻ്റെ തലേദിവസം രാത്രി ഷമീമും അടൂരെ ആ ജോയിൻ്റ് ആർടിയോടെ ചാർജുള്ള MVയും കൂടി കായംകുളത്ത് പോയിട്ട് 30-35 പെറ്റി എഴുതിയിട്ടുണ്ട്. രാത്രിയിൽ ഡ്യൂട്ടി ചെയ്തവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഓരോ കൊല്ലം തൊട്ട് എറണാകുളം വരെയാണ് ഒരു MVയ്ക്കും അയാളുടെ ടീമിനും പെറ്റി നോക്കാൻ പറയുന്നത്. എവിടെ തൊട്ട്? എറണാകുളം തൊട്ട് കൊല്ലം വരെയും, കൊല്ലം മുതൽ എറണാകുളം വരെയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവരെന്തുമാത്രം ജോലി ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. അത്രമാത്രം ജോലി ചെയ്യുന്ന MVഡിയിലെ ഏക ഉദ്യോഗസ്ഥന്മാർ AMVമാരുമാണ്. വിശേഷിച്ച് AMVമാർക്ക് നല്ല പണിയാണുള്ളത്. ആ പണികൾ അവർ കൃത്യമായി ചെയ്തു എന്നുള്ളതാണ് അതിൽ ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഈ വാഹനത്തിൻ്റെ ബാക്കിയോടെ പെറ്റിയടിച്ചു കൊടുക്കാൻ 2 ചെറുപ്പക്കാരെ സസ്പെൻഡ് ചെയ്ത് അവൻ്റെ ബുക്കിൽ സസ്പെൻഷനും പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉണ്ടാക്കി കൊടുത്തതിനപ്പുറം എന്ത് സംഭവിച്ചു? പക്ഷേ ആ ട്രാൻസ്ഫർ രണ്ടും അവർക്ക് ഗുണകരമായി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഒരാളിന് തിരുവനന്തപുരം ജില്ലക്കാരൻ ഇവിടെ വരേണ്ട, കരക്കോട്ട് നിൽക്കാൻ പറ്റും. മറ്റൊരാൾക്ക് ആലപ്പുഴ ജില്ലക്കാരൻ ആലപ്പുഴ ജില്ലയിൽ തന്നെ കൊടുത്തു. അതൊക്കെ നന്നായി എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ നേരത്തെ സസ്പെൻഡ് ചെയ്ത 2 പേരുണ്ടല്ലോ. അതിൽ കണ്ണൂരിലേക്ക് പോയ ആൾ ഒരു മാസം 650 പെറ്റി എഴുതിയ ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 650 പെറ്റി. അയാൾ എവിടെയാണ് നിയമവിരുദ്ധ നിൽക്കുന്നത്? അയാൾ എവിടെയാണ് കൈക്കൂലിക്കാരനാണ്? മറ്റൊരാളിനെ പറ്റി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പായാലും കൊള്ള, ഏത് വകുപ്പായാലും കൊള്ള, നിയമം നടപ്പാക്കാൻ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മനോവികാരം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നടപടി ഒരു മേലധികാരിയുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. എനിക്ക് അറിയാവുന്ന രസകരമായ സംഭവം, ഒരു AMV നല്ല ഭയങ്കര ചൂടുള്ള സമയമാണ്. ചൂടുള്ള സമയത്ത് ഇദ്ദേഹം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് CFന്റെ ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന സമയത്ത് വെച്ചുകൊണ്ട് വന്നിട്ട് നേരെ RTOയുടെ അടുത്തിൽ നിന്ന്, അദ്ദേഹം AMV ആയിട്ട് ജോലി കിട്ടി വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അച്ഛൻ മരിച്ച ഒഴിവിലാണ് ജോലി കിട്ടി വരുന്നത്. അപ്പം പഠിച്ച കോളേജ് സ്കൂൾ ഉൾപ്പെടെ എനിക്കറിയാം. എന്നിട്ട് അവിടെ ചെന്ന് കയറിയപ്പം നാളെ എൻ്റെ മുമ്പിൽ കണ്ണാടി കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടായിരുന്നു പറഞ്ഞ് അയാളെ ഒത്തിരി ആക്ഷേപിച്ചു. അയാളുടെ ക്യാബിനിലേക്കൊന്നും പോയില്ല, ആ റൂമിലേക്ക് കയറിയതേ ഉള്ളൂ ആ സമയത്ത്. ഇതൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത്. മേപ്പോട്ട് പോകുന്തോറും കഷ്ടപ്പെട്ട് ജോലി മേടിക്കാത്ത സാറന്മാർക്ക് ഇവരെ കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാവുന്നുള്ള സത്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ MVD കാണുമ്പോൾ ചൊറിയാൻ കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ കയ്യിലെ പെറ്റി അടിച്ചു പോകുന്നു, പെറ്റി അടിക്കുക. അവർ കിട്ടിക്കഴിഞ്ഞാൽ പെറ്റി അടിക്കും.
അവരല്ലാതെ അവർക്ക് ഇത്ര പെറ്റി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അതിൻ്റെ ഓരോന്നിൻ്റെയും ഇതനുസരിച്ച് പെറ്റി അടിക്കും. കാരണം അവർ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഹാർട്ടിൻ്റെ ഡോക്ടർ നോക്കിയെങ്കിലേ ഹാർട്ടിൻ്റെ കാര്യം അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഫിസിഷ്യൻ നോക്കിയാൽ പല കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവരത് കൃത്യമായിട്ട് നോക്കും. പോലീസ് ആണെങ്കിലും ചെയ്യും, കണ്ടു, പോട്ടെ 500 രൂപ എഴുതിവിട്, അവർക്കൊരു പെറ്റി എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ പെറ്റി എമൗണ്ടും ഉണ്ടാക്കണം, എണ്ണവും ഉണ്ടാക്കണം. എണ്ണവും വേണം, ഇത് എമൗണ്ടും വേണം. അതുകൊണ്ട് മാത്രമല്ല, ചെക്ക് ചെയ്യപ്പെടുന്ന വണ്ടി വീണ്ടും റീചെക്ക് ചെയ്യാൻ ഏതെങ്കിലും കാരണവശാൽ ചെക്ക് ചെയ്യേണ്ടി വന്നാൽ ആ സമയത്ത് ഇവരുടെ പണി പോകും. നീ അവിടെ അത്രയും പേരെ സഹായിച്ചു എന്ന് പറയും. അതുപോലെ തന്നെ ചില വാഹനങ്ങളിൽ, ഓട്ടോറിക്ഷകളിൽ വരെ വലിയ ശബ്ദമുള്ള ഗ്രാമപ്രദേശങ്ങളിലോടുന്ന ഓട്ടോറിക്ഷകളിൽ പോലുമുണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. വാഹനങ്ങളിൽ വലിയ ആമ്പൊക്കെ വെച്ചിട്ട് അതിൽ ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, വലിയ വലിയ ബാസ് ട്യൂബൊക്കെ വെച്ചിട്ട് ആ ബാസ് ട്യൂബ് വർക്ക് ചെയ്യിച്ചുകൊണ്ടാണ് ഓട്ടോറിക്ഷകൾ പോകുന്നത്. അതും പിടിക്കണം. അതുപോലെ വലിയ ചില സ്വകാര്യ ബസ്സുകളിൽ വലിയ ശബ്ദ കോലാഹലങ്ങളിലും ലൈറ്റും ഉണ്ട്. അതും നിങ്ങൾക്ക് പിടിക്കാം. നിയമപരമായി നിങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റത്തിനെയും നമ്മൾ എതിർക്കില്ല, സപ്പോർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആകെ വീഡിയോ ചെയ്ത ഒരാൾ ഞാൻ മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അടൂര് ആ പ്രശ്നത്തെ സപ്പോർട്ട് ചെയ്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് എനിക്ക് അതിനുശേഷം എനിക്ക് കേൾക്കേണ്ടി വന്ന കുറേ പഴികളുണ്ട്. അതൊന്നും ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല. കാരണം ഞാൻ ആ രീതിയിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് അടൂരിൽ ഉണ്ടായ കാര്യത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരായിരുന്നു ശരി, ജനപ്രതിനിധി തെറ്റായിരുന്നു മനസ്സിലാക്കാം. കാരണം അന്നും ഞാൻ പറഞ്ഞു, ആറന്മുള പ്രശ്നം ഉണ്ടായി 3-4 ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹം ഇവിടെ വന്നത്. 2 കാരണങ്ങൾ അതിനകത്തുണ്ട്. ഓയിലിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റാൻ വേണ്ടി ഓയിൽ കംപ്ലൈൻ്റ് ഉള്ള വണ്ടി, ഇത്രയും വിലയുള്ള വണ്ടി ഓയിൽ മാറ്റാൻ വേണ്ടി, ഓയിൽ വാങ്ങാൻ വേണ്ടി അടൂരിൽ വന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അല്പം അതത്ര ദഹിക്കുന്ന കാര്യമല്ല സഹോദരൻ എന്ന് അന്നും ഞാൻ പറഞ്ഞു. രണ്ടാമത്, ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന അത്രയും സമയം ഈ AMV, നിങ്ങൾക്ക് അവിടുത്തെ ക്യാമറകൾ പരിശോധിച്ചാൽ മനസ്സിലാവും, AMV അയാളുടെ മുമ്പിൽ പോയി നിൽക്കുന്ന അത്രയും സമയം അയാൾ മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ 1 സെക്കൻഡ് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയാൻ അയാളുടെ മൊബൈൽ കട്ട് ചെയ്തില്ല. അവിടെയും ആ യൂണിഫോമിനെ അയാൾ അപമര്യാദയായി പെരുമാറി ആ വാഹനം ഓടിച്ചിരുന്നോളൂ എന്ന് വേണം പറയാൻ. അത് പിന്നെ അയാളുടെ മാനസികാവസ്ഥയും അയാൾക്ക് മറ്റൊരാളോട് ബഹുമാനം കൊടുക്കണോ എന്നുള്ളത് അയാളുടെ ആവശ്യമായതുകൊണ്ട് നമുക്ക് അതിനെ ആ രീതിയിൽ കാണാം. കുറേ സമയം ആ ഉദ്യോഗസ്ഥനോട് നിന്നു, അയാളുടെ വീഡിയോ എടുക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഈ വാഹനത്തെ വീണ്ടും പിടിച്ചാലും പറയാൻ പോകുന്നത് എന്താണ്, ഇത് ഇങ്ങനെയായിരുന്നു എന്ന് പറയും. അതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും ചെയ്ത കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന്, നിയമമാണ് ഞങ്ങൾ നടപ്പിലാക്കിയതെന്നും വൈകിയെങ്കിലും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കോടതി ആ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ വീണ്ടും തൽസ്ഥിതിയിൽ അടൂരിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് രാജ്യം കുറച്ച് നാൾ അടൂർ വന്നിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അതുപോലെ ഷമീമിനെയും അടൂരേക്ക് കൊണ്ടുവരിക, അവർ രണ്ടുപേരും അടൂരിൽ തന്നെ ജോലി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. വേറൊന്നും കൊണ്ടല്ല, ഇവരെ അവിടെ തന്നല്ലോ, റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത് അടൂരിലായിരിക്കണമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം മന്ത്രി മനസ്സിലാക്കേണ്ടത്, മന്ത്രിയും ഈ വകുപ്പ് മേധാവികളും മനസ്സിലാക്കേണ്ടത്, ഒരാളിന് അയാളുടെ വീടിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ജോലി കൊടുത്താൽ അയാൾ കൃത്യമായി ജോലി ചെയ്യും. കാരണം അയാൾക്ക് പോകുന്ന ദൂരവും തിരിച്ചു വരുന്ന സമയം, അയാളുടെ വീട്ടുകാരോടൊപ്പം നിൽക്കാനുള്ള സമയം, അയാളുടെ മനസ്സിന് കിട്ടുന്ന ഒരു മാനസിക ഉല്ലാസം, വീട്ടുകാരെ എല്ലാ ദിവസവും കാണും, അവരോടൊപ്പം ജീവിക്കാനും കഴിയുന്ന അവസ്ഥ, ഇന്ന് കുട്ടികളെയും ഭാര്യയും മക്കളെയും അമ്മയൊക്കെ കാണുന്നതെന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അയാളിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഏത് ഉദ്യോഗസ്ഥനായാലും അയാളെ വീടിനടുത്ത് തന്നെ അയാൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അയാൾക്ക് കൃത്യമായി ജോലി ചെയ്യാൻ പറ്റും, കൃത്യമായി വരാൻ പറ്റും. 7 മണിക്ക് CF ടെസ്റ്റ് നടത്താൻ വേണ്ടി പോകുന്ന AMVമാരെ അടൂരിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പലരെയും. പക്ഷേ മന്ത്രി വേറെ കാര്യം കൂടി ആലോചിക്കണം. സസ്പെൻഷന് മുമ്പ് മന്ത്രി വിചാരിക്കേണ്ട ഒരു കാര്യം, എത്രയോ RTOമാരുടെയും ജോയിൻറ്റ് RTOമാരുടെയും പോസ്റ്റ് ഒഴിവാക്കി കിടക്കുന്നു. ഈ ജോലി കൂടി ചെയ്യുന്നത് അവിടുത്തെ MVമാരാണ്. എല്ലാ RTO ഓഫീസ്, ജോയിൻറ്റ് RTO ഓഫീസിൽ 2 MV വേണമെന്നാണ് നിയമം. ഏതൊക്കെ ഓഫീസിൽ 2 MVമാരുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അതിനൊക്കെ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരു കാര്യം സമൂഹത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം ഈ പണി ചെയ്യാൻ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ കാര്യത്തിലും. 6 ലൈറ്റ് വെച്ചവന് ബാക്കി 1 ബാക്കി 5 എണ്ണത്തിൻ്റെ കൂടെ പിഴ അടയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും, അതിന് നേതൃത്വം കൊടുത്ത അബിൻ വർക്കിക്കും, പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണിക്കും, പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നടപടി ഉണ്ടാകുമെന്ന് ഒറ്റയടിക്ക് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒരു നന്ദി രേഖപ്പെടുത്തേണ്ടി വരും. കാരണം സർക്കാർ ഖജനാവിലേക്ക് വീണ്ടും ഒരു 25,000 രൂപ കൂടി കിട്ടിയിരിക്കുന്നു. ഇതില്ലായിരുന്നുവെങ്കിൽ ഈ 25,000 രൂപ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. 25,000 രൂപ കൂടി കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത എല്ലാവർക്കും ഒരു നമോഭാഗം. നന്ദി, നമസ്കാരം.